ചോദിച്ചാലും എത്ര ചോദിച്ചാലും മടുക്കാത്തൊരു ചോദ്യ പേപ്പർ ഇടുന്ന ആളുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലുണ്ട്. ടീച്ചേഴ്സിന് പോലും ഒരുപാട് ഇഷ്ടമല്ല, എന്നാൽ കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടം തോന്നാത്ത ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരും. 8 മാർക്കിനാണ് ചോദ്യം വരിക. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും സ്റ്റാറ്റിൽ നിന്ന് 8 മാർക്ക് വരുന്ന ചോദ്യം ഏതായിരിക്കും അല്ലേ? വേറെ ഇതല്ല, മീൻ, മീഡിയൻ, മോഡ്. ആരൊക്കെയാണ്? മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്ന 3 ആൾക്കാരാണ്. അപ്പൊ അതിന് കഴിഞ്ഞ വർഷം 2024 നമ്മുടെ പരീക്ഷ ഉണ്ട്, ഫൈനൽ എക്സാമിന്റെ പരീക്ഷ ഉണ്ട് അല്ലേ? ആ പരീക്ഷയ്ക്ക് 8 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ 24 8 മാർക്കിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ചോദ്യം നിങ്ങളോട് പറഞ്ഞത് കമ്പ്യൂട്ട് ദ ആവറേജ് സ്കോർ ബൈ യൂസിങ് അരിതമെറ്റിക് മീൻ ആൻഡ് മീഡിയൻ. ഓക്കെ, അരിതമെറ്റിക് മീൻ നമ്മൾ സാധാരണ എക്സ് ബാർ എന്ന് പറയാറുണ്ട്, മീഡിയൻ നമ്മൾ ക്യാപിറ്റൽ ആയിട്ടുള്ള എം എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? മീനും മീഡിയനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം തരും, ഇത് ഏത് ഡാറ്റയാണെന്ന് നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഏതാണെന്ന് നോക്കാം. ഇത് ഏതാണ് ഡാറ്റ? നമുക്കിവിടെ സ്കോറും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എല്ലാവർക്കും അറിയാം, അത് ഫ്രീക്വൻസി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞത് തന്നെ ക്ലാസ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. പക്ഷെ ഇത് ക്ലാസ് ആയിരിക്കും, ആ ഡൗട്ട് വരാൻ പാടില്ല. 0 to 10, 10 to 20, 20 to 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? അത് ക്ലാസ് തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ക്ലാസ്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി. ഓക്കെ, ആരൊക്കെയാണ്? ക്ലാസും പ്ലസ് ഫ്രീക്വൻസിയും വരികയാണെങ്കിൽ അത് ആരാണ്? വേറെ ആരുമില്ല, കണ്ടിന്യൂസ് ഡാറ്റ ആണല്ലേ. കണ്ടിന്യൂസ് ഡാറ്റയുടെ മലയാളം എന്താ? കണ്ടിന്യൂസ് ഡാറ്റയുടെ മലയാളം എന്ന് പറഞ്ഞാൽ അസന്തത ദത്തങ്ങളാണ് അല്ലേ? സന്തത ദത്തങ്ങളുണ്ട്, അസന്തത ദത്തങ്ങൾ. ഓക്കെ, അപ്പൊ അസന്തത ദത്തങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ആദ്യം ഏത് ഡാറ്റയാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇത് ഈസി ആക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് നമ്മളവിടെ ഉപയോഗിക്കുന്ന അരിതമെറ്റിക് മീനിന്റെയും അതുപോലെ മീഡിയന്റെ ഇക്വേഷൻ നോക്കുക. ഓക്കെ, നമുക്കറിയാം കണ്ടിന്യൂസ് ഡാറ്റയിലാണെങ്കിൽ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അവസാനത്തെ ഡാറ്റയാണല്ലേ, നമ്മൾ ഏറ്റവും ടഫായിട്ട് പഠിച്ചിരുന്ന ഡാറ്റയാണ്. അതിൽ അരിതമെറ്റിക് മീൻ കാണാൻ വേണ്ടി, ഓക്കെ, അരിതമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നായിരിക്കും. ഈ എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കേട്ടോ. എക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക എം എന്നായിരിക്കും. എം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മിഡ് വാല്യൂ ഓഫ് ക്ലാസ് ആണ്. ഓക്കെ, ക്ലാസിന്റെ മിഡ് വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസിന്റെയും മിഡ് വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? എം അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്ലാസിന്റെ മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ അതിന് ഈസിയാണ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പരസ്പരം കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? മിഡ് വാല്യൂ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസിന്റെയും മിഡ് വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സിഗ്മ എഫ് എക്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ എം അഥവാ അരിതമെറ്റിക് മീൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം ഉണ്ടാവും, എഫ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ഫ്രീക്വൻസി ആണല്ലേ, ഫ്രീക്വൻസി ആണെന്ന് അറിയാം. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്രീക്വൻസി ആണ്. എന്താണ്? ആകെയുള്ള ഫ്രീക്വൻസിയാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫ്രീക്വൻസിയും അതേപോലെ ഫ്രീക്വൻസിയും നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്കുണ്ട് കണ്ടിന്യൂസ് ഡാറ്റയിൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, മീഡിയൻ കണ്ടിന്യൂസ് ഡാറ്റയിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്കുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ വെറും തോന്നലാണ് എന്ന് ഞാൻ പറയാണ്. കാരണം അതിന് സിമ്പിളായിട്ട് 2 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് മീഡിയൻ ക്ലാസ്. എന്താണ്? ഫൈൻഡ് മീഡിയൻ ക്ലാസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, വേറെ ഒന്നുമല്ല, n/2th ഐറ്റം ഓക്കെ ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുക? n/2 എത്രയാണ് വരുന്നത് വെച്ചാൽ ആ നമ്പർ വരുന്ന സംഖ്യ ഏതാണ് വരുന്നത് ആ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 ചെയ്യേണ്ടത്. അതായിരിക്കും നമ്മുടെ മീഡിയം ക്ലാസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 2. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത് അപ്ലൈ ദ ഇക്വേഷൻ. ഓക്കെ, അപ്ലൈ ദ ഇക്വേഷൻ ഇൻ മീഡിയം ക്ലാസ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അപ്ലൈ ദ ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. ഇക്വേഷൻ കണ്ടിട്ടായിരിക്കും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ സാറേ ഇത്രയും നേരത്തെ വൃത്തിയായിട്ട ഇക്വേഷൻ ഞാൻ എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല എന്നായിരിക്കും പലർക്കും തോന്നിയിട്ടുണ്ടാവുക. പക്ഷെ അതിലേറെ സിമ്പിളാണ് സംഗതി. ഇത് കേട്ടോ, മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മീഡിയൻ ഇസിക്വൽ ടു ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ L ആണ്. ഒരു ക്ലാസ്സിന്റെ ഏറ്റവും ലോവർ ലിമിറ്റ്, അതിലേക്ക് നമ്മൾ അവസാനമായിട്ട് അതൊക്കെ കൂട്ടിച്ചേർക്കേണ്ട സംഖ്യകൾ പറഞ്ഞുതരാം. ഒന്ന് n/2 നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് n/2 എഴുതിയേക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് കുറയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഈ പറഞ്ഞ ക്ലാസ് ഇന്റർവെൽ കൊണ്ട് അഥവാ ക്ലാസിന്റെ ഇന്റർവെൽ കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈസി ആയിട്ട് എന്ത് ആൻസർ കിട്ടും? നമുക്ക് മീഡിയം കിട്ടും. അപ്പൊ സിമ്പിൾ ആണ്. ആദ്യം എല്ലാം എഴുതുക, പിന്നെ n/2 - CF / F, എന്നിട്ട് അതിനൊക്കെ ഒരു ബ്രാക്കറ്റിലാക്കി C കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവസാനം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി, ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാണിച്ചു തരാം ഓരോ സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, സ്കോർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ക്ലാസിന്റെ മിഡ് വാല്യൂ ആണ്. ഓക്കെ, മിഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. മിഡ് വാല്യൂ നമ്മൾ എക്സ് എന്നാണ് സൂചിപ്പിച്ചത് അല്ലേ? അപ്പോൾ അതാണ് കണ്ടുപിടിക്കുന്നത്, നോക്കിക്കോളൂ. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് 0 10 കൂട്ടുക. എത്ര കൂട്ടണേ? 0 + 10. എത്ര നമുക്ക് കിട്ടുക? 0 + 10 എന്ന് പറഞ്ഞാൽ 10 + 0 എന്ന് പറഞ്ഞാലും 0 + 10 എന്ന് പറഞ്ഞാൽ ഒക്കെ വരുന്നത് തന്നെയാണ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്നാണ് കിട്ടുക. ഇനി അടുത്ത ക്ലാസ് 20 10 കൂട്ടണം അല്ലേ? 20 + 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 15 കിട്ടുക. അടുത്ത ക്ലാസ് 20 + 30 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 25 എന്നാണ് കിട്ടുക. ഇനിയൊന്നും നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കണമെന്നില്ല, എല്ലാത്തേക്കും ഒരു 10 വെച്ച് കൂട്ടി വയ്ക്കാൻ മതി. അപ്പോൾ 5 അധികം 10 കൂട്ടിയാൽ 15, 15ക്ക് 10 കൂട്ടിയാൽ 25. അടുത്ത എത്ര വരിക? 35 ആണ് വരിക. പിന്നത്തെ വരിക 45 ആണ് വരിക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി വെക്കാം. ഈ 40 50 കൂട്ടിയാൽ 90, 90ന്റെ പകുതി 45, 30 40 കൂട്ടിയാൽ 70, 70ന്റെ പകുതി 35. സിമ്പിൾ അല്ലേ? സിമ്പിളാണ് സംഗതി. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കണ്ടത് എക്സ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അടുത്തതായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ FX ആണ്. FX എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഫ്രീക്വൻസി. എക്സ് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം? 8 × 5. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണ്ടേ? 8 × 5 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അടുത്തത് 12 × 15. 12 × 15 കാൽക്കുലേറ്റർ ഇല്ലാതെ അഹങ്കാരം കാണിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോയത്. 15നെ 12 വട്ടം കുടിച്ചാൽ 10 വട്ടം കുടിച്ചാൽ 150 ആയി, 2 വട്ടം കുടിച്ചാൽ 30. അപ്പോൾ എത്രയായി? 180 ആയിട്ടോ. നിങ്ങൾ മനക്കണക്കിൽ ചെയ്യരുത്, കാൽക്കുലേറ്റർ എടുക്കുക. ഞാനെന്ത് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഫ്രീക്വൻസി 17, ഈ പറഞ്ഞ എക്സ് 25. അപ്പോൾ 17 × 25. ഓക്കെ, 17 × 25 പറയുമ്പം 17 × 25 പറയുമ്പോൾ എത്ര നോക്കാം നമുക്കിവിടെ നോക്കിക്കോട്ടോ. ഓക്കെ, 17 × 25. ഓക്കെ, 425 എന്ന് കിട്ടി. അടുത്തത് ഈ പറയുന്ന 8 ആണ് ഫ്രീക്വൻസി. 8 × 35. 35ന് 8 വട്ടം ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം? 35 × 8 എന്ന് പറഞ്ഞാൽ 280 ആണ്. 280 ആണ്. ആൻഡ് 5 × 45 225. 5 × 45. ഓക്കെ, 225. ഇനി ഇത്രയും നേരം വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ മക്കളോട് പറയുന്ന കാര്യമാണ്, ഇത് വെറുതെ കണ്ടിരുന്നിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന പോലെ തന്നെ ഒരു പേപ്പർ പേൻ എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. വീഡിയോ പോസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇതുവരെ മനസ്സിലാക്കണം നോക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി കണ്ടുവെക്കുക. അല്ലാതെ വെറുതെ എന്ത് ചെയ്യണ്ട, ഏതെങ്കിലും കോമഡി ഫിലിമോ കോമഡി സീരീസോ ഒക്കെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല ഇത് പഠിക്കാനുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പം നമുക്കിനി വേണ്ടത് ഇതിന്റെ തുകയാണ്. ∑FX ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് വേണം? ∑F വേണം അല്ലേ? ∑F നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് കിട്ടുക. എത്ര കിട്ടുക? 8 ും 12 ഉം 20, 20 ഉം 17 37, 37 8 ഉം 45 5 ഉം 50. യെസ്, 50 ആണ് ഈ പറഞ്ഞ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ വരുന്നത്. ഇനി FXന്റെ ടോട്ടൽ നമുക്ക് നോക്കാം. 225 + 280 + 425 + ബുക്കും പേപ്പറും എടുത്തില്ലേ? ഓക്കെ, 180 + 40 1150 എന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്കും അതിനായിരിക്കും ഉത്തരം കിട്ടുക. അപ്പം 1150 കിട്ടിക്കഴിഞ്ഞു. ∑FX ∑F 50 കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് മീൻ നമ്മൾ തൽക്കാലം X എന്ന് കൊടുക്കണേ. ഇനി ഞാനിവിടെ X എഴുതിക്കണം. X = ∑FX ഡിവൈഡ് ബൈ ∑F ആണ് വേണ്ടത്. നമ്മുടെ വാല്യൂ എഴുതാം. 1150 ഡിവൈഡ് ബൈ 50 എത്ര കിട്ടുക? 1150 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 23 എന്നാണ് കിട്ടുക. എത്ര കിട്ടുക ഉത്തരം? 23. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എത്ര കിട്ടുക? 23 എന്നാണ് കിട്ടുക. അരിത്തമെറ്റിക് മീൻ എത്ര വന്നത്? 23. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ ഒരു 4 മാർക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും കാര്യം ചെയ്താൽ 4 മാർക്ക് കിട്ടും. ഇനി 4 മാർക്ക് ബാക്കിയുള്ള മീഡിയം കണ്ടുപിടിക്കുന്നതിനാണ്. അപ്പോൾ 4 മാർക്ക് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അരിത്തമെറ്റിക് മീൻ എത്ര കിട്ടിയത്? 23. X എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? 23 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മീഡിയം കണ്ടുപിടിക്കാം. മീഡിയം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മളവിടെ എന്താ ചെയ്യാൻ പറഞ്ഞത്? മീഡിയം ക്ലാസ് n/2 വെച്ചിട്ട് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് n/2 വെച്ച് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ വാല്യൂ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതണം. അപ്പോൾ ഞാനിവിടെ ക്ലാസ് എഴുതണേ. ക്ലാസ് ഫ്രീക്വൻസി ഞാൻ ആദ്യം എഴുതി വെക്കുന്നു. നോക്കിക്കൊള്ളടാ. 0 മുതൽ 10, 10 മുതൽ 20, 20 മുതൽ 30, 30 മുതൽ 40, 40 മുതൽ 50. ഇത്രയല്ലേ ഉണ്ടായിരുന്നേ? യെസ്, അത്ര വരെയാണ് ഉണ്ടായിരുന്നത്. 40 മുതൽ 50 വരെ. 8 12 17 8, 8 12 17
വീണ്ടും 8 ആൻഡ് ഒരു 5. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഞാനിവിടെ കണ്ടുപിടിക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമുക്കറിയാം ഫ്രീക്വൻസി കൂട്ടി എഴുതുന്നതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി അത് തന്നെ എഴുതുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. 8ഉം 12ഉം കൂട്ടിയാൽ 20 കിട്ടും, അത് എഴുതി. 20ഉം 17ഉം കൂട്ടിയാൽ 37 കിട്ടും, അത് എഴുതി. 37ഉം 8ഉം കൂട്ടി കഴിഞ്ഞാൽ 45 കിട്ടും, അത് എഴുതി. 45ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ 50 കിട്ടും, അത് എഴുതി. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെങ്ങനെയാണ് ഓരോ ഫ്രീക്വൻസി പരസ്പരം കൂട്ടിയിട്ടാണ്. 8 അതുപോലെ തന്നെ എഴുതി. 8ഉം 12ഉം കൂട്ടിയാൽ 20 കിട്ടി. 20ഉം ഈ പറഞ്ഞ 8ഉം 12ഉം 17ഉം കൂട്ടിയാൽ 37. 8ഉം 12ഉം 17ഉം 8ഉം കൂട്ടിയാൽ 45 കിട്ടി. 8ഉം 12ഉം 17ഉം 8ഉം 5ഉം കൂട്ടിയാൽ 50 കിട്ടി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാൻ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന n/2 ഐറ്റം. ഓക്കെ, n/2th ഐറ്റം ആയിരിക്കും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നുണ്ടാവുക. അതിന്റെ ക്ലാസ് ആയിരിക്കും നമ്മുടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകട്ടോ. n/2 എന്ന് പറയുമ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്. അത് നമുക്കറിയാം 50 ആണെന്ന് കിട്ടി. കാരണം എന്താണ്? ഇതാണ് നമ്മുടെ സിഗ്മ എഫ് 50 എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ കിട്ടിയതും സെയിം തന്നെയാണ്, ഇവിടെ കിട്ടിയത് സെയിം തന്നെയാണ്, കാരണം ഒരേ ചോദ്യം കേട്ടോ. അപ്പോൾ 50 കിട്ടി. അപ്പോൾ നമ്മൾ n/2 എന്ന് പറയുമ്പോൾ എത്ര വരിക? n/2 എന്ന് പറയുമ്പോൾ 50/2 എന്ന് പറയുമ്പോൾ 25ാമത്തെ ഐറ്റം അല്ലേ. 25ാമത്തെ ഐറ്റം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ 25ാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 8, 20 അതിലൊന്നും ഇത് പെടില്ല. പക്ഷെ 37 എന്ത് വരും? 25 കൂടി വരും. എന്താ കാരണം? ഈ പറഞ്ഞ 37 25 ഉൾപ്പെടുന്നതാണ്. കാരണം 37 വരെ എന്നാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ അർത്ഥം. ഇത് 8 വരെ, ഇത് 20 വരെ, പിന്നെ 37 വരെ എന്ന് പറഞ്ഞാൽ ആ 37 വരെ ഉള്ളതിൽ ആര് പെടും? 25 ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മീഡിയം ക്ലാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. മീഡിയം ക്ലാസ് ഏതാണ് വരിക? 20 to 30 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. ഓക്കെ, മീഡിയം ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. ഓക്കെ, അപ്പോൾ മീഡിയം ക്ലാസ് ഏതാണ് വരിക? മീഡിയം ക്ലാസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? വേറെ ഏതുമല്ല, ഈ പറഞ്ഞ 20 to 30 ആണ്. 20 to 30 ആണ് നമ്മുടെ മീഡിയം ക്ലാസ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണം. അതെന്തൊക്കെയാണെന്ന് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഇതാണ്: m = L + n/2 - CF / F ഇൻറ്റു സി എന്നായിരുന്നു അല്ലേ. ഇതിന് ഓരോന്ന് ഞാൻ പറഞ്ഞാൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ്. ഓക്കെ, ലോവർ ലിമിറ്റ് ആണ് ഏതിൻ്റെ? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയം ക്ലാസ്. ഓക്കെ, മീഡിയം ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ മീഡിയം ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? അത് 20 ആണ്. ഞാൻ എഴുതി വെച്ചു. L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അത് നമുക്ക് കിട്ടി, 20 ആണെന്ന് കിട്ടി. ഓക്കെ, അത് എത്രയാണ്? 20 ആണെന്ന് കിട്ടി. ഇനി അടുത്ത n/2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അത് എത്രയാണ്? 25 ആണെന്ന് കിട്ടി. കാരണം n/2 നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഇനി CF എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ഈ പറയുന്ന ഫ്രീക്വൻസി അല്ല നിങ്ങൾ എടുക്കണ്ടേ. ഒരു ക്ലാസിന്റെ ഫ്രീക്വൻസി നമ്മൾ എടുക്കും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, CF ഓഫ് പ്രീവിയസ് ക്ലാസ്. ഓക്കെ, മുൻപുണ്ടായിരുന്ന ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത് കേട്ടോ. മാറിപ്പോയത് 37 എടുക്കരുത്, നെഗറ്റീവ് വരാൻ പാടില്ല. n/2 - CF എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ CFന്റെ വാല്യൂ നമുക്ക് കിട്ടി, എത്ര കിട്ടിയത്? 20 ആണെന്ന് കിട്ടി. CF 20 ആണെന്ന് കിട്ടി. 25 n/2, 20 ലോവർ ലിമിറ്റ് കിട്ടിയത്. ഇനി F കാണണം. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ആണല്ലേ. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ആണ്. F ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്. ഓക്കെ, മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് F എന്ന് പറഞ്ഞത്. അത് എത്രയാണ് വരിക? അത് 17 ആണ്. എത്രയാണ്? 17 ആണ് F വന്നു കേട്ടോ. അപ്പോൾ 17 എന്ന് കിട്ടി. ആൻഡ് C എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് ഇന്റർവെൽ ആണ്. C എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ആണ്. ഓക്കെ, ക്ലാസിന്റെ ഇന്റർവെൽ ആണ്. ക്ലാസിന്റെ ഇന്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 30 - 20 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. എന്താ കാരണം? ഈ പറയുന്ന ക്ലാസിന്റെ ഇന്റർവെൽ എത്രയാണ് വരിക? 10 ആണ് വരിക. C = 10 എന്ന് കിട്ടി. ഈ വാല്യൂസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇക്വേഷനിലിട്ട് നേരെ അപ്ലൈ ചെയ്താൽ ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാനിതൊരു പുതിയ പേജ് ആക്കിയിട്ട് ചെയ്യാണ്. അപ്പോൾ m = L + n/2 - CF / F ഇൻറ്റു C എന്നാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇതിൽ ഓരോ വാല്യൂ ഏതാണ്? L എന്ന് പറഞ്ഞാൽ 20 ആണ്. n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25 ആണ്. CF എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പറഞ്ഞ 20 ആണ്. ദെൻ F എന്ന് പറഞ്ഞാൽ 17 ആയിരുന്നു. C എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു. ഇത്രയും വാല്യൂസ് ഒന്നിച്ച് കിട്ടിയപ്പോൾ നമ്മൾ ഈ നേരെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ m എന്ന് പറഞ്ഞാൽ എത്ര വരും? m എന്ന് പറഞ്ഞാൽ Lന്റെ വാല്യൂ ഏതാണ്? 20 + n/2 25 - CF എത്രയാണ്? 20 / 17 × 10.
ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 20 ഒരിക്കലും ആദ്യമേ നമ്മൾ കൂട്ടാൻ പാടില്ല. അത് ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ ഈ സദ്യ കഴിച്ചതിന് ശേഷമുള്ള പായസം കുടിക്കുക. അതേപോലെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച പായസം എന്ന് എഴുതി അവിടെ മാറ്റി വെക്കുക. 25 20 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 5 ഉണ്ടാവും. 5/17 × 10 ചെയ്യേണ്ടത്. അപ്പോൾ 5/17 നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ 20 + 5/17 വാല്യൂ കിട്ടും. 5/17 എത്ര വരും വാല്യൂ വരിക? 5/17 നമ്മുടെ വാല്യൂ 0.29 എന്നാണ് വരിക. × 10 കൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? ഈ പറഞ്ഞ 5/17 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.294 എന്നാണ് വരിക. × 10 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ വാല്യൂ എത്ര വരിക? 20 + 2.94 എന്ന് വരും. ഫൈനലി നമ്മൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ എത്ര കിട്ടും? 22.94 നമുക്ക് വാല്യൂ കിട്ടും. എത്ര കിട്ടുക? 22.94. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് തുടക്കത്തിൽ കിട്ടിയ അരിത്തമെറ്റിക് മീനിന്റെ വാല്യൂ, ഓക്കെ, അരിത്തമെറ്റിക് മീനിന്റെ വാല്യൂ എത്രയായിരുന്നു? അത് 23 ആണ്. ഇപ്പൊ കിട്ടിയ മീഡിയന്റെ വാല്യൂ എത്രയാണ്? അത് 22.94 ആണ്. അതായത് ഏകദേശം 23നോട് ചേർന്നിട്ടല്ലേ. ഇതിന്റെയൊക്കെ പേരെന്താ? മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസി എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ഏകദേശം ഒരേപോലെ അടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി മോഡ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടില്ല, ഇരട്ടിപ്പണി ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കിവിടെ കിട്ടി കഴിഞ്ഞു. മീൻ നമ്മളിവിടെ കണ്ടെത്തി. എത്രയാണ്? മീഡിയനും കണ്ടെത്തി. മീഡിയൻ എത്ര എന്നത്? 22.94 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ ചെയ്ത വർക്ക് വേറെ ഒന്നുമല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയുന്നവരാണ്. ഫൈൻഡ് മോഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? തൊട്ട് താഴെ കമന്റ് ചെയ്ത് വെക്കുക. മോഡ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് വെക്കുക. ഇതും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, മോഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പേടിക്കണ്ട. നമ്മുടെ എക്സാമിന് തൊട്ടുമുമ്പായിട്ട് ലൈവ് വരും. ആ ലൈവിൽ ഞാൻ ടീച്ചറായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെ കമന്റ് ചെയ്യുക. ഇനിയും എന്തൊക്കെ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് താഴെ കമന്റ് ചെയ്യല്ലോ. ആ ഒരു വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. 1 second, it's me, Sal Sabin, signing out from Edgeboard. Happy learning all. Bye.